സാമൂഹ്യമാധ്യമങ്ങളിലെ വിഷലിപ്തമായ പ്രചാരണങ്ങൾ ഇനി എങ്ങോട്ട് എന്ന് പേടിച്ചരളുന്ന സമൂഹമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല. KJ ഷൈൻ എന്ന ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ 2-3 ദിവസമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അവരുടെ ജീവിതത്തെ, അവരുടെ വ്യക്തി ജീവിതത്തെ, അവരുടെ സാമൂഹ്യ ജീവിതത്തെ, രാഷ്ട്രീയ ജീവിതത്തെ ഒക്കെ ആകപ്പാടെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ളതാണ്. ഇന്ന് അവർ പൊതുസമൂഹത്തോട് വന്ന് പറയുന്നു, എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീർത്തും രാഷ്ട്രീയമാണ് എന്ന് പേരെടുത്ത് പറയുന്നു. ഇത്തരം കാര്യങ്ങളുടെ സൂത്രധാരന്മാർ ആരാണ് എന്നുള്ളത് അതൊരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്നുണ്ടാകുന്നതാണ്, കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്നുകൂടി ആരോപണം ഉന്നയിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിക്രമം അല്ലെങ്കിൽ ആരോപണങ്ങൾ കടന്നു പോകേണ്ടതിന് ആവശ്യകത തന്നെയുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്ന ദിവസമാണ് നമ്മൾ ഈ വിഷയം വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം KJ ഷൈൻ തത്സമയം ചേരും. ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ശ്രീ ജെക്സി തോമസ് CPM-ൽ നിന്ന്, ഇടത് സഹയാത്രികൻ ശ്രീ പ്രേംകുമാർ എന്നിവരും തത്സമയം നമ്മളോടൊപ്പം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീമതി KJ ഷൈൻ, വ്യക്തിപരമായി നേരിടേണ്ടി വരുന്ന വിഷമഘട്ടത്തെ കുറിച്ചുള്ള ആകുലതകൾ എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതിൽ അങ്ങനെ തകർന്നു പോകാനില്ല എന്ന് അങ്ങയുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന ആളുകൾക്ക് അത് അവനവൻ ഉൾപ്പെടുന്നതോ ഉൾപ്പെടാത്തതോ ആയ കാര്യമാണ് എങ്കിൽ പോലും കൂട്ടമായ ആക്രമണം എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവിക്കും നേരെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, അന്യായവുമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നത്. എങ്ങനെ നേരിടാനാണ് വിചാരിക്കുന്നത്? അല്ല, എങ്ങനെ നേരിടണം എന്നുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ആ ജനാധിപത്യ രാജ്യത്ത് എല്ലാ വ്യക്തികൾക്കും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം അത് പരീക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ നമ്മുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ ഒക്കെയുള്ള ആക്രമണങ്ങൾക്കെതിരെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേരിടും. പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ളതിലേക്ക് രാഷ്ട്രീയമായും അതിനെ നേരിടും. അങ്ങ് തന്നെ പറഞ്ഞത് ഈ സംഭവം ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വ്യക്തിപരമായി തന്നെ അറിയിക്കപ്പെട്ടിരുന്നു, അതിനെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതും ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകൻ തന്നെ എന്നോട് പറഞ്ഞു, ടീച്ചർക്കെതിരെ ഒരു ബോംബ് ഉണ്ടാകും, പേടിക്കരുത്, ധൈര്യമായി നിൽക്കണം എന്നാണ് പറഞ്ഞത് എന്ന്. പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതിന്റെ പ്രഹരശേഷി ഇത്രയുണ്ട് എന്ന് വിചാരിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഇല്ല. ഇതുപോലെ വൾഗറായിട്ട് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീ ലൈംഗികതയ്ക്കെതിരെ അപവാദ പ്രചരണവും പോസ്റ്ററുകളും ഒക്കെ ഇടും എന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത്രത്തേക്ക് വൾഗറായിട്ട് പോകുന്ന ഒരു രീതി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടോ എന്ന് അങ്ങനെ ആഴത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ എന്നോട് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകൻ അതുപോലെ തന്നെ ഇതിന് ശേഷം നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ അടക്കം നേതാക്കന്മാർ വളരെ മാന്യമായി പെരുമാറുന്ന നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്നാണ് ഈ സന്ദേശം ലഭിച്ചത്. അങ്ങൊരു വളരെ മോറലായിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ നേരിടണം, ഒരു പ്രശ്നം വരുന്നുണ്ട്, തകർന്നു പോകരുത്, തളരരുത് എന്നുള്ള രീതിയിൽ. ഇന്ന് പരാതി കൊടുക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉറപ്പ് എന്താണ് ശ്രീമതി KJ ഷൈൻ? അല്ല, കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹം അത് ഏത് മതവിശ്വാസമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസമോ ഉള്ള ഏത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി ധൈര്യത്തോടു കൂടി പരാതിപ്പെടാവുന്ന ഒരു സംവിധാനം കേരള പോലീസ് സംവിധാനത്തിലുണ്ട്. ഒപ്പം തന്നെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുണ്ട്, ഗവൺമെൻറ്റിൽ നിന്നുണ്ട്. അത് എൻ്റെ വിഷയത്തിൽ മാത്രമല്ലല്ലോ, കഴിഞ്ഞ 9 വർഷക്കാലമായി ഗവൺമെൻറ് പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങളിലും, അത് ഈവൻ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അപവാദമോ അല്ലെങ്കിൽ പൊതുവിടങ്ങളിലുള്ള അവഹേളനമോ അവരെ ശാരീരികമായി നേരിടുന്ന ആക്രമണമോ അല്ലെങ്കിൽ ലൈംഗിക കൊലപാതകങ്ങൾ വരെ കേരളത്തിൽ നടന്നിട്ടുള്ളത്, അതിനൊക്കെ വളരെ ശക്തമായ രീതിയിൽ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും അതിനെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതി കേരള പോലീസിനുണ്ട്. ഈ സൈബർ കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പൂർണ്ണമായും സാധ്യമാകും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധ സാഹചര്യത്തിൽ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്ന് വിചാരിക്കുന്നു? വളരെ വ്യക്തിപരമായി എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു? ഇതിൻ്റെ ആദ്യത്തെ പോസ്റ്റർ
അതായത് പേര് വെളിപ്പെടുത്താതെ, എന്നാൽ ഇവിടെ അറിയുന്നവർക്ക് ഒക്കെ തന്നെ നമ്മൾ പറയാറില്ലേ, തമാശയ്ക്കാണെങ്കിൽ പോലും തൊട്ട് കാണിക്കാം, അല്ല എന്താണ് പേര് പറയില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ളൊരു പോസ്റ്റർ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ ആകെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ പറവൂർ പ്രദേശത്തുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്, മണ്ഡലം സെക്രട്ടറിയാണ്, കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് ഈ ഇതിൽ വരുന്നു. തുടർന്ന് ഇതുപോലുള്ള കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും തുടർച്ചയായിട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ചിന്തിക്കുമല്ലോ. ശരി, ഈ കോൺഗ്രസിന് ശരിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയ്ക്കാണെങ്കിലും ഇപ്പോൾ കെ ജെ ഷൈൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെയും കൂടി ഉണ്ടല്ലോ. എന്തിന് അത്രമേൽ പക അല്ലെങ്കിൽ അത്രമേൽ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ഒരു സാഹചര്യമൊക്കെ എന്താണെന്നാണ് വിചാരിക്കുന്നത്? അതിപ്പോൾ ആ സാഹചര്യം ആ തിരഞ്ഞെടുത്ത ആളുകളോട് ചോദിക്കണം. അപ്പോൾ ഞാനൊരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ പറവൂരും അതുപോലെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം കേരളത്തിലാകെയും വ്യത്യസ്തമായ സാമൂഹിക സംഘടനകൾക്കകത്തും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കകത്തും പൊതുവെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. 1.5 കൊല്ലമായിട്ട് വ്യാപകമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇടതുപക്ഷ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വിവാദം സൃഷ്ടിച്ച് അതിൻ്റെ പുറകെ ചർച്ച, ഇന്നിപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് മാധ്യമങ്ങൾ ഇതാണല്ലോ ചർച്ച. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും കുറ്റകരമായ ഒരു ലൈംഗിക കുറ്റകൃത്യം ചെയ്തിട്ടുള്ള മീഡിയയിലടക്കം, ഔദ്യോഗിക മീഡിയയിലടക്കം അതിൻ്റെ തെളിവ് സഹിതം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ പോലും അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ള ഒരു താല്പര്യമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവ് പറഞ്ഞപ്പോൾ എന്തിന് എന്നെ എന്ന് ടീച്ചർ ചോദിക്കുകയുണ്ടായോ? അല്ല, ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ല. എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ളൊരു അന്തരീക്ഷത്തിലല്ല. ഞങ്ങളൊരു പൊതുവേദിയിൽ അടുത്തിരുന്നപ്പോൾ അങ്ങനെ പറയുകയാണ് ചെയ്തത്. അപ്പം ഞാനതിനെ വളരെ തമാശ രൂപത്തിൽ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അവിടെ ഇരുന്ന് തന്നെ. കൃത്യമായി എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഈ ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട്, അങ്ങനെയാണോ? കഴിഞ്ഞ ദിവസം ടീച്ചർ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബോംബ് ഉപയോഗിച്ചത് ഏത് നേതാവാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ എന്ന് ടീച്ചർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് ആസൂത്രിതമായി നടപ്പിലാക്കിയെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് എന്ന്. അതെ, ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട്, അപ്പോൾ കരുതിയിരുന്നോളണം, തകർന്നു പോകരുത്, നേരിടണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തത്. പക്ഷെ ആ സമയത്ത് എനിക്കിതൊന്ന് കണക്ട് ചെയ്യാനുള്ളൊരു, ഞാൻ ആ രീതിയിലേക്ക് ചിന്തിച്ചില്ല. ഞാനതിനെ വളരെ തമാശയോടുകൂടി, അല്ലെങ്കിൽ സാധാരണഗതിയിൽ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു ഗോസിപ്പ് ഉണ്ടാക്കുമായിരിക്കും എന്ന് അതുപോലും ചിന്തിച്ചില്ല. പക്ഷെ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാനത് മറന്നുപോയി. ഞാൻ എൻ്റെ തിരക്കിനിടയിൽ ആ തിരക്കുമായി ബന്ധപ്പെട്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. പിന്നെ വ്യാപകമായി ഈ സാധനം ആദ്യം വരുന്നത് ഈ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രാദേശിക നേതാവായിട്ടുള്ള ഈ ശ്രീ ഗോപാലകൃഷ്ണൻ്റെ പോസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അവിടെയാണത് തുടങ്ങുന്നത്. അതിനുശേഷം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും ഒക്കെ തന്നെ അവരുടെ ഷെയറിൽ നിന്നും അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ഈ അടുത്തുള്ള പ്രദേശത്തുള്ള ഒരു ഞങ്ങളൊക്കെ വളരെ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡ് കരിമാലൂർ പഞ്ചായത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഉള്ളപ്പോൾ തന്നെ അവർ കോൺഗ്രസ് എന്നോ മറ്റ് പാർട്ടി വ്യത്യാസമില്ലാതെ വളരെയധികം വ്യക്തിബന്ധത്തോടു കൂടി പോകുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ടാണോ ഇത് ഷെയർ ചെയ്തതെന്ന് ഞാൻ പറയണില്ല. ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പോലും, നമുക്കറിയുന്ന ആളുകൾ പോലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ കരുതുക? ശരി, ഇതിന്റെ അറ്റം കാണും വരെ ഫൈറ്റിന് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വിചാരിക്കട്ടെ. അല്ല, അത് അങ്ങനെ തന്നെ വേണമല്ലോ. ഇപ്പം എനിക്ക് ഇതിന് ശേഷം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരും അല്ലാത്തവരും ഇടതുപക്ഷക്കാരും ഒക്കെ ആയിട്ടുള്ളവർ എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയക്കുകയാണ്, ലിങ്ക് അടക്കം അയക്കുകയാണ്, ടീച്ചറെ ഇവനെ പിടിക്കണം,
ഇവനെതിരെയും കൂടി പരാതി കൊടുക്കണം. ഞങ്ങളുടെ ഈ പ്രദേശത്ത് കോഴിക്കോട് നിന്ന്, മലപ്പുറത്ത് നിന്ന് ഇവിടെയൊക്കെ ഞങ്ങളുടെ സ്ത്രീകൾക്കെതിരെ വളരെ മോശമായി പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കണം. അപ്പോൾ എനിക്ക് നമ്മുടെ സ്ത്രീകളോട് പറയാനുള്ളത്, അത് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള സ്ത്രീകൾ മാത്രമല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, ഇനി വീടിനകത്ത് വീട്ടമ്മമാരായി കഴിയുന്നവർ, അവർക്കൊക്കെ എതിരെ ഇത്തരം പ്രചരണങ്ങൾ വരുമ്പോൾ അവർ സധൈര്യം രാജ്യത്ത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ കയ്യിലെടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ പ്രതികരിക്കുമ്പോൾ എന്നാൽ ഇതെല്ലാം കൂടിയും നിങ്ങൾ പ്രതികരിച്ചോ എന്നുള്ള രീതിയിലേക്ക് പോയാൽ ഇത്തരം പ്രവണതകൾ അവസാനിക്കില്ല. നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി, നമ്മുടെ അന്തസ്സാർന്ന ജീവിതത്തിന് വേണ്ടി നമ്മുടെ രാജ്യം നമുക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തി നേടുക. അത് ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ എത്രയോ പേര് സപ്പോർട്ട് ചെയ്ത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അടക്കം നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായും എല്ലാ മനുഷ്യരും മോശക്കാരല്ലല്ലോ. നമ്മുടെ സമൂഹത്തിൽ വളരെ ചുരുക്കം ചില അപക്വ മനസ്സുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അവരെ തിരുത്താനും ഒരുപക്ഷെ അവരെ ഒറ്റപ്പെടുത്തേണ്ടി വന്നാൽ ഒറ്റപ്പെടുത്താനും നമ്മളെല്ലാം ഒരുമിച്ച് അതാത് സന്ദർഭങ്ങളിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീമതി കെ ജെ ഷൈൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ സാഹചര്യത്തിൽ ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടലിളകി വരുന്നത് പോലെയാണ് സൈബർ കൂട്ടങ്ങളുടെ അതിക്രമവും ആക്രമവും ഒക്കെ ഉണ്ടാവുക. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് അതിനോട് മറുപടി പറയാൻ കഴിയുന്നത് പോലും വലിയ ധൈര്യം ഒരുപാട് മനുഷ്യർക്ക് നൽകുന്നതാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. മറ്റ് പാനലിസ്റ്റുകളിലേക്ക് വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീമതി കെ ജെ ഷൈൻ ഉത്തമ ബോധ്യമുണ്ട്. അത് പറയാൻ കാരണം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർ അവർക്കെതിരെ പരാമർശങ്ങളടങ്ങിയ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനും പോസ്റ്റുകൾ പങ്കുവെക്കാനും തയ്യാറായ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സൈബർ അതിക്രമം അഴിച്ചുവിടുന്നു എന്ന് തന്നെയാണ് കെ ജെ ഷൈൻ ആരോപിക്കുന്നത്. എന്തിനാണ് കോൺഗ്രസ് അത് ചെയ്യുന്നത്? അല്ല, അത് കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആഹ്വാന പ്രകാരമല്ലല്ലോ മാധു ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാവരും ആക്ഷേപത്തിന് വിധേയമായി. അതിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അതിൻ്റെ ഹാൻഡിലുകളൊക്കെ പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ളവരുണ്ടായിരുന്നു. ഇത് പുതിയൊരു സംഭവമല്ല. ഇപ്പോൾ ടീച്ചർ തന്നെ ഇവിടെ നമ്മളോട് സംസാരിച്ചിരുന്ന ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. ഇത്തരം ഒരു പ്രചാരണം ഉണ്ടാകുമെന്ന് അവരൊരിക്കലും വിചാരിച്ചില്ല എന്ന്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പുരുഷന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ രീതിയിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം അത് നിഷ്കളങ്കമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിൽ മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി എടുക്കണം. അതിലൊന്നും ഒരു തർക്കവും നമ്മൾക്കാർക്കും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൊഫസർ ലീലാവതി ടീച്ചർക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ചൊരിയുന്ന സംഘപരിവാർ ഹാൻഡിലുകളുണ്ടായിരുന്നു. വലിയ തിടുക്കമൊന്നും കേരള പോലീസിന് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിലുള്ള തിടുക്കമെങ്കിലും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സാമൂഹ്യ സംഘടനകളും പ്രവർത്തിക്കുന്ന മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്ക് മാത്രം പോരാ പുരുഷന്മാർക്കും കേരള പോലീസ് ഉറപ്പ് നൽകണമെന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഡോക്ടർ ജിൻഡോ ജോണിങ്, ഇത്തരത്തിൽ കെ ജെ ഷൈനെതിരെ പരോക്ഷമായും പ്രത്യക്ഷമായും അധിക്ഷേപം നടത്തുന്ന, ആ കാര്യങ്ങൾ നേരിട്ട് ബോധ്യമുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്ന ആരെയെങ്കിലും അങ്ങ് കാണുകയോ അങ്ങേക്ക് നേരിട്ടറിയുകയോ ചെയ്യാമോ? എനിക്ക് മനസ്സിലായില്ല മാധു. അല്ല, നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വ്യാപകമായ ഒരു സൈബർ അതിക്രമം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ പങ്കുവെക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ പോസ്റ്റുകൾ പങ്കുവെച്ച ആളുകളെയോ ഒക്കെ ഡോക്ടർ ജിൻഡോ ജോണിന് നേരിട്ട് പരിചയമോ അത്തരം പോസ്റ്റുകൾ കാണാനിടയാവുകയോ ചെയ്തോ? തീർച്ചയായിട്ടും എത്രയോ പോസ്റ്റുകൾ കാണുന്നുണ്ട്, എത്രയോ പേരുടെ പോസ്റ്റുകൾ കാണുന്നുണ്ട്. എൻ്റെ പോസ്റ്റിൻ്റെ താഴെ തന്നെ വന്നിട്ട് എത്രയോ ആക്ഷേപകരമായ പ്രസ്താവനകൾ, ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ കേൾക്കുന്നതാണ്. ഇവിടെ മാതൃഭൂമിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നമ്മളിട്ടിരിക്കുന്ന മുൻകാലത്തെ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വരെ വന്ന ആക്ഷേപകരമായിട്ടുള്ള എത്രയോ പ്രസ്താവനകൾ ഇന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. അതങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു പുതിയ സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. അത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാവും. പിന്നെ രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ജാഗ്രതയോടും കൂടി മുന്നോട്ട് പോകേണ്ടതാണ്. അതിന് വിഘാതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ആളുകൾ അത് ചർച്ച ചെയ്യും. അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ അതിനെ ക്ലാരിറ്റിയോടുകൂടി അഡ്രസ്സ് ചെയ്യുക, അതിന് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും നല്ല മാർഗ്ഗം. ഓക്കെ, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ ഈ അധിക്ഷേപങ്ങളും സൈബർ അതിക്രമവും നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് അങ്ങ് പങ്കുവെച്ചതാണ്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: വൈപ്പിൻകരയിൽ CPM ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല. അയൽക്കാരുടെ ജനൽ വഴിയിലേക്ക് ബൈനോക്കുലർ വെച്ച് നോക്കി ഓവർ ടൈം പണിയെടുക്കുന്ന CPM ഇനിയെങ്കിലും ഈ സദാചാര ക്യാമറ പണി അവസാനിപ്പിക്കണം തുടങ്ങി അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മയിൽ വെച്ച് വേണം അപരന് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി യുവാക്കൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ തിയറി പഠിപ്പിക്കാനിറങ്ങുന്ന CPMലെ മാഷുമാർ മാർക്സിസ്റ്റ് തറവാട്ടിലെ വയോജനങ്ങൾക്ക് ആ സിദ്ധാന്തങ്ങളുടെ അക്ഷരമാലയെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നൊരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി.
എന്തുകൊണ്ടാണ് CPM വൈപ്പിനിൽ ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല എന്ന് ഡോക്ടർ ജിൻഡോ ജോണിന് തോന്നിയത്? മറ്റേ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണോ അങ്ങനെ ഒരു തോന്നലുണ്ടായത്? അല്ല, ഞാനത് പറയാം മാധു. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വൈപ്പിലെ MLA KN ഉണ്ണികൃഷ്ണൻ്റെ തന്നെ പ്രസ്താവന പ്രകാരമാണെങ്കിൽ സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ വിചാരിക്കുന്ന മാതൃഭൂമി ചാനലിൽ തന്നെയാണ് വാർത്ത വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 5-ാം തീയതി ഓണത്തിൻ്റെ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ വരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില ആക്ഷേപങ്ങൾ, അതിനുശേഷം കേരളത്തിലെ VS അച്യുതാനന്ദൻ്റെ തന്നെ മുൻ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിട്ടുള്ള CPM-കാരനായിരുന്ന ഷാജഹാൻ എന്ന യൂട്യൂബറുടെ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിനുശേഷം കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ഒരു പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത, ഇതിനെല്ലാം തുടർന്ന് വലിയ രീതിയിലുള്ള പ്രചരണം കേരളത്തിലെമ്പാടും നടക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ കേരളത്തിലെമ്പാടും സദാചാരത്തിൻ്റെ വലിയ പൊളിറ്റിക്കൽ മൊറാലിറ്റി ക്ലാസ്സുകൾ എടുക്കുന്ന CPM-കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു കാര്യം കൂടി ഞാൻ വ്യക്തത വരുത്താം. ഇതിപ്പോൾ കോൺഗ്രസിലെയോ CPM-ലോ BJP-ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം വന്നാലും അത് മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരുള്ള സംശയത്തിൻ്റെ നീളുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം പൊതുജനങ്ങളുടെ മുമ്പിൽ പൊതുപ്രവർത്തകരുടെ വിലയിടിക്കുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥമായാലും ഇല്ലാത്തതായാലും അതുകൊണ്ട് തന്നെയാണ് ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അതിവൈകാരിക ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് ഒരു വലിയ എതിരെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെയും ഏതോ ഒരു പത്രത്തിന്റെ ചില ആരെന്നോ എന്തെന്നോ പറയാത്ത കുറച്ച് വരികളിലൂടെയും പുറത്തു വന്ന ഇതേ കാര്യം, ഈ സൈബർ ആക്രമണത്തിന് ചില സൈബർ കൂട്ടങ്ങൾ ഉപയോഗിക്കുന്ന അതേ ആരോപണം, അതിനെ ശരിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടോ, ശരിവെച്ചത് എന്നവിടെ പോട്ടെ, അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജിൻഡോ ജോൺ ആ പോസ്റ്റ് ഇട്ടത്. അല്ല, ഞാൻ KJ ഷൈനിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. വൈപ്പിനിലെ MLA KN ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അദ്ദേഹമാണ് ഇന്ന് പറഞ്ഞ, അദ്ദേഹം 5-ാം തീയതി മുതൽ കണ്ട് അദ്ദേഹത്തിന് ഏകദേശം ധാരണയുള്ള ഒരു വിഷയമാണെന്ന് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല തന്റെ പാർട്ടിയിൽ ആരെങ്കിലും ആ വിഷയം എന്ന് പറയുന്നത് രണ്ടും ഒരു വിഷയമാണല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ. ഈ ഉണ്ണികൃഷ്ണൻ വൈപ്പിൻ MLA പറയുന്നതും അല്ല KJ ഷൈൻ പറയുന്നതും ഈ പറയുന്ന ആരോപണത്തെ കുറിച്ച് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആ കാര്യത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ജിൻഡോ ജോൺ അത് പറഞ്ഞത് എന്ന് ഞാൻ എടുക്കുന്നു. ആദ്യം അങ്ങ് അല്ല എന്ന് പറഞ്ഞെങ്കിലും അത് തന്നെയാണ് അങ്ങ് അങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെക്കാൻ കാരണമാകുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, സൈബർ അതിക്രമത്തിന് ആളുകളെ വലിച്ചിട്ട് കൊടുക്കുന്ന ആരും പോസ്റ്റ് എഴുതുകയാണ് അങ്ങ് ചെയ്തത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഈ സൈബർ അതിക്രമത്തിന് ആളുകളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ആരും ഇന്ന ആളുകൾ ഇന്ന രീതിയിൽ അവരുടെ ഐഡന്റിറ്റി ഇതാണ്, അവരുടെ ആധാർ കാർഡിന്റെ പകർപ്പ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല അത്തരം പോസ്റ്റുകൾ എഴുതുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത്. CPM വൈപ്പിനിൽ അധികം ഷൈൻ ചെയ്യില്ല എന്ന് അങ്ങ് പറഞ്ഞത് KJ ഷൈൻ എന്ന വ്യക്തിയെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ മന്ത്രമുരുവിട്ട് നോക്കുകയും കബഡി നിർത്തുകയൊന്നും വേണ്ട. അപ്പോൾ അങ്ങ് ആ അതിക്രമത്തിന്റെയും ആ അധിക്ഷേപത്തിന്റെയും ഭാഗമായി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് നേരെ കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്നത്. എന്ന് മാധു അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അല്ല, എന്ന് ഞാൻ ആരെ ഉദ്ദേശിച്ചാണ് പോസ്റ്റ് എഴുതുന്നത് മാധു തീരുമാനിച്ചാൽ മതിയോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഞാൻ എഴുതിയിരിക്കുന്ന വാചകത്തിൽ ഏത് വാചകമാണ് KJ ഷൈനെ സൂചിപ്പിക്കുന്ന ഏത് വാക്കാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങ് പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉണ്ണികൃഷ്ണനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഉണ്ണികൃഷ്ണനും KJ ഷൈനും ഉന്നയിക്കുന്ന ഒരേ ആരോപണം അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങ് അതേ എന്ന് പറഞ്ഞെടുത്താണ് ഡോക്ടർ ജിൻഡോ ജോൺ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ആ തരത്തിൽ ആളുകളെ അതിക്രമത്തിനും അധിക്ഷേപത്തിനും എറിഞ്ഞു കൊടുക്കേണ്ട എന്ത് ആവശ്യമാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് അങ്ങേക്കുള്ളത് എന്ന്? മാധു, ഇനി ഞാൻ പറഞ്ഞു പൂർത്തിയാക്കുന്ന സെന്റൻസ് തീരുന്നവരെ ഇടപെടരുത് ദയവായി. ഒന്ന്, KJ ഷൈനെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണനെയാണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം കൂടി എൻഡോഴ്സ് ചെയ്തിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞത്. അല്ല, ഞാൻ ഉണ്ണികൃഷ്ണനെ കുറിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിതിൽ പറയുന്നത് കേരളത്തിലെമ്പാടും മുൻകാലങ്ങളിലടക്കം പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ക്ലാസ് എടുക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. അവർ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് മറ്റുള്ളവർക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പോരാ, സ്വന്തം സഖാക്കന്മാർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കണം. മറ്റാളുകളെ കുറിച്ചിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ വരുമ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യുകയും അതിന് പിന്തുണ കൊടുക്കുകയും അക്കാര്യത്തിൽ പോലീസിന്റെ മെല്ലപ്പോക്ക് നടപടിയൊക്കെ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ മാത്രം ചാടി ഇറങ്ങിയാൽ പോരാ എന്ന് തന്നെയാണ്. എൻ്റെ പോസ്റ്റിൽ നടുഭാഗത്ത് എഴുതിയേക്കുന്ന കാര്യമൊന്നും താങ്കൾ വായിച്ചില്ലല്ലോ. അത് മുഴുവൻ വായിക്കട്ടെ, എല്ലാം വായിക്കപ്പെടണമല്ലോ. അങ്ങ് അത് ഉന്നയിച്ചോളൂ. ഞാൻ അങ്ങയോട് വ്യക്തമായി ഓരോന്നും ചോദിച്ചു പോയതിനു ശേഷമാണ് അങ്ങ് ആ സൈബർ അതിക്രമത്തിന്റെ ഭാഗമായില്ലേ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ആദ്യം തന്നെ അത് ചോദിക്കാമായിരുന്നു. ഇപ്പോ അങ്ങ് പറഞ്ഞു ഞാൻ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, ഞാൻ വൈപ്പിൻ MLA കുറിച്ച് അല്ല എന്ന് പറഞ്ഞത്. ഞാൻ വൈപ്പിൻ MLA എന്ന് എടുത്ത് ചോദിച്ചപ്പോഴാണ് അങ്ങ് അതേ വിഷയമാണ് എന്ന് പറഞ്ഞത്.
അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെ കണ്ണ് കെട്ടി കളിക്കുന്നത്? നാട്ടുകാർ മുഴുവനും അരിഭക്ഷണം കഴിച്ചല്ലേ ജീവിക്കുന്നത്? ഇത്രയും വിവാദങ്ങളും ഇത്രയധികം സൈബർ അതിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് ആ വിഷയമേ അല്ല ഉന്നയിച്ചത് എന്ന് അങ്ങ് പറഞ്ഞാൽ, അങ്ങ് ഇപ്പോൾ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണോ? അതിനൊരു വിശദീകരണം നൽകിക്കൊണ്ട് അങ്ങ് ഒരു പോസ്റ്റ് പറയുമ്പോൾ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ അതുകൊണ്ട് കൃത്യമായിട്ട് താങ്കൾ ആ പോസ്റ്റും വായിച്ചിട്ടുണ്ടാവല്ലോ. താങ്കൾ ആ 2 പോസ്റ്റും വായിച്ചതിൽ നിന്ന് ഞാൻ ഏത് വ്യക്തികളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ഏത് നേതാവിനെതിരെ ആരോപണം വന്നാലും അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മുഴുവൻ പൊതുപ്രവർത്തകർക്കുമുള്ള വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ സദാചാര ബോധം കേരള സമൂഹത്തിൽ കൊണ്ടുവന്നത് CPM ആണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഒരു ഉണ്ണികൃഷ്ണനെ ഉദ്ദേശിച്ചില്ലല്ലോ. ഞാൻ ഏത് ഉണ്ണികൃഷ്ണനെ ഉദ്ദേശിച്ചത് നിങ്ങൾ പറയുന്നത്? എന്റെ പോസ്റ്റിനകത്ത് ഏതെങ്കിലും MLA പേര് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു MLA പേര് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ളത് MLA മാത്രമല്ല. ഞാൻ ചോദിച്ച അങ്ങയുടെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആരെയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏത് ഉണ്ണികൃഷ്ണന്മാരാണ്? അല്ല മാധു ഇപ്പോ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ്, എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേമാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത്. അങ്ങനെ ഇത്തരം അസാന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കേരളത്തിൽ പൊതുവായി ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല ഡോക്ടർ ജിൻഡോ ജോൺ. മാധു തിരക്ക് പിടിക്കില്ലേ ഞാൻ പൂർത്തിയാക്കട്ടെ. പകുതി പറഞ്ഞിട്ട് വിവാദമാകുന്നു പറയല്ലേ. ഇത്തരത്തിൽ ചില ആളുകളെയൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഉള്ളൂ. അല്ലാതെ ഞാൻ ഉണ്ണികൃഷ്ണന്മാർ മുഴുവൻ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണന്മാർ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങ് പറഞ്ഞു അസാന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പൊതുവെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉണ്ണികൃഷ്ണന്മാരെന്നൊക്കെ വിളിക്കാറുണ്ടെന്ന്. ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് 10-35 വയസ്സായി. ഈ 10-35 വയസ്സിലേക്ക് ഞാൻ ഇതുവരെ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്നവരെ ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്ന ഒരു നാടിനെ കുറിച്ചും കേട്ടിട്ടില്ല. ഈ പാനലിൽ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരുത്താം. ഞാൻ 1 മിനിറ്റ് മൗനം ആചരിക്കാൻ തയ്യാറാണ്. അല്ല മാധു, ഈ നാട്ടിൻ പുറത്ത് ഇത്തരത്തിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ മുഴുവൻ ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞോ? മുഴുവൻ പറഞ്ഞ ആ സെന്റൻസ് ഒന്നും കൂടി ആവർത്തിക്കൂ. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾ ഉണ്ണികൃഷ്ണന്മാരാണോ? അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് ആവർത്തിക്കൂ. നാട്ടിൽ അസാന്മാർഗിക മാർഗങ്ങൾ മുഴുവൻ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾ ഉണ്ണികൃഷ്ണന്മാരാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലേ? എല്ലാ പേരിലുള്ള ആളുകളും എല്ലാ തരത്തിലുള്ള ആളുകളും അത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയും. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് പറയൂ, ഒന്ന് ആവർത്തിക്കൂ ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് ആവർത്തിക്കൂ. ഏത് സെന്റൻസ് ആണ്? അല്ല, ഈ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ഏത് ഉണ്ണികൃഷ്ണന്മാരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഈ അസാന്മാർഗിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ചില പേരുകളിലൊന്നാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അല്ല, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആളുകൾ സംസാരിക്കുന്ന ഒരു ടെർമിനോളജിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പറയുന്നത് അത്തരം ഒരു ടെർമിനോളജി ഞാൻ കേട്ടിട്ടില്ല. ഞാനും അങ്ങും ഉപയോഗിക്കുന്ന മലയാള ഭാഷയല്ലേ, ഞാനും അങ്ങും ജീവിക്കുന്നത്. കേൾക്കാത്തതെല്ലാം മാധു കേൾക്കാത്തതെല്ലാം ഇല്ലാത്തതാണെന്നും മാധു കേൾക്കുന്നത് മാത്രമാണ് ഉള്ളതെന്നും വിചാരിക്കാനും പാടില്ല. നാട്ടിലെ ആളുകളെ കുറിച്ച് അനാവശ്യം എഴുതി പിടിപ്പിക്കുന്നവർക്കൊക്കെ പൊതുവെയുള്ള പേര് ഡോക്ടർ ജിൻഡോ ജോൺ ആണ് എന്ന് അങ്ങനെ പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അങ്ങ് സമ്മതിച്ചു തരുമോ? ഡോക്ടർ ജിൻഡോ ജോൺ എന്ന പേരുള്ള ഏതെങ്കിലും തോന്നിവാസികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഉപയോഗിക്കാം. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ പൊതുവെ ഇത്രയും ഇപ്പൊ ഇനി അങ്ങക്കൊക്കെ അറിയാവുന്ന നാട്ടിൽ വിളിക്കുന്നത് ഉണ്ണികൃഷ്ണന്മാർ എന്നാണ്. ഇനി നാട്ടിലെ ആളുകളെ പറ്റി അനാവശ്യം എഴുതി പിടിപ്പിക്കുന്ന ആളുകളെ മാധു പറയുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ അങ്ങനെ അതിവായന നടത്തിപ്പോവല്ലേ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. നാട്ടിൽ തോന്നിവാസം ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പേര് നമുക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. എല്ലാ പേരിലും ഞാൻ പറഞ്ഞതല്ല, അങ്ങാണ് പറഞ്ഞത്. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ പൊതുവെ വിളിക്കുന്ന ചില പേരുകൾ ഉണ്ണികൃഷ്ണൻ എന്നാണെന്ന് ഞാൻ പറഞ്ഞോ ഡോക്ടർ ജിൻഡോ ജോൺ? അങ്ങല്ലേ പറഞ്ഞത്? എന്നിട്ട് പറയണ അതിവായനയാണെന്ന്. ഞാനും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ പകുതി എത്തുമ്പോൾ മാധു കയറി ഇടപെട്ടിട്ട് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഞാൻ ഇടപെട്ടത്. പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഞാൻ പറഞ്ഞത് വലിയ വിവാദമാകുമേ എന്ന് പറഞ്ഞത്.
വലിയ അല്ല, മാധു, ഞാൻ വിവാദമാകുമേ എന്ന് പറഞ്ഞു പറഞ്ഞത്. ഞാൻ പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് താങ്കൾ ആ സെന്റൻസ് പറഞ്ഞു തീർന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അതിന്റെ എല്ലാ തലങ്ങളെയും കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടാണ് പറഞ്ഞത് വലിയ വിവാദമാകുമേ എന്ന്. ഞാൻ അങ്ങേ കൊണ്ടുപോയി പെടുത്തി കളയണ്ട എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് പറഞ്ഞത് എന്നങ്ങ് വിചാരിച്ചോളൂ. ഞാൻ അങ്ങിലേക്ക് വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ ജേക്സി തോമസ്, കെ ജെ ഷൈൻ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അവർക്കെതിരെ ഉണ്ടാകുന്ന, ഇപ്പൊ അവർ തന്നെ ഇൻഫോംഡ് ആയിരുന്നു എന്ന് നോക്കൂ. അപ്പോൾ എത്രത്തോളം അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അവർ തന്നെ അറിയുകയാണ്. ചില മനുഷ്യർക്ക് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയില്ലല്ലോ. അത്തരം ചില സാഹചര്യങ്ങളൊക്കെ നമുക്കും വളരെ വ്യക്തിപരമായി തന്നെ അനുഭവമുള്ളതാണ്. നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ഒരാൾ വന്ന് പറയുകയാണ്. പക്ഷെ അതിന്റെ ഗ്രാവിറ്റി ഇത്രത്തോളം ആയിരിക്കും, വ്യാപ്തി ഇത്രത്തോളം ആയിരിക്കുമെന്ന് അവർ പോലും അറിയുന്നില്ല. അവരുടെ വ്യക്തി ജീവിതത്തെ, അവരുടെ സാമൂഹ്യ ജീവിതത്തെ, അവരൊരു ടീച്ചറാണ്, അധ്യാപികയാണ്, വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പോയി നിൽക്കാൻ കഴിയാത്ത തരത്തിലുണ്ടാകുന്ന ആരോപണങ്ങളെ എത്ര മനുഷ്യരുടെ, അല്ലേ, നമുക്ക് മനുഷ്യരുടെ മാത്രമാണ് മൂടിക്കെട്ടി വെക്കാൻ കഴിയാത്തത്. ആ അവസ്ഥയിലുള്ള ആരോപണങ്ങൾ കൊണ്ട് നേരിടുന്നത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ടെന്ന് ആരോപിക്കുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചർച്ച എന്തായാലും മൂന്നാമതൊരു പ്രതിനിധിയിലേക്ക് എത്താൻ സാമാന്യന സുദീർഘമായി തന്നെ നീണ്ടുപോയിരിക്കുന്നു. അതെന്തായാലും ഈ ചർച്ചയിൽ അത് നന്നായി. കാരണം എനിക്ക് ദീർഘസമയം എടുത്തുകൊണ്ട് ഈ ചർച്ചയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ സർവൈവറായിട്ടുള്ള എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും CPIM-ന്റെ സമുന്നത വനിതാ നേതാവും കൂടിയായിട്ടുള്ള ഷൈൻ ടീച്ചർ അവരുടെ അഭിപ്രായം ഈ ചർച്ചയിൽ പങ്കുവെക്കുകയുണ്ടായി. ഇപ്പോൾ പൊതുവിൽ നമ്മുടെ നാട് ഇത്തരത്തിലുള്ള സൈബർ ലിഞ്ചിങ്ങിനെ സംബന്ധിച്ച് പല കാലയളവിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വ്യത്യസ്ത രാഷ്ട്രീയ ആശയധാരയിൽപ്പെടുന്നവരുടെ വിട്ടുകളിക്കൂട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ വാരിയേറുകൾ, അതൊക്കെ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഒട്ടൊക്കെ കേരളത്തിൽ അല്പ ശ്രദ്ധയോടുകൂടെ രാഷ്ട്രീയത്തിൽ ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന പക്വതയുള്ള കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നിലവാരം പുലർത്തുന്ന പല ആളുകളും അതിനെ ഒന്നും അങ്ങനെ അങ്ങ് സാധൂകരിക്കാനോ ന്യായീകരിക്കാനോ നിന്നിട്ടില്ല. പല ആളുകളും പൊതുവിൽ അതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും വിശിഷ്യ സ്ത്രീകൾക്കും പൊതുവിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കും നേരെ സൈബർ ആക്രമണം വരുമ്പോൾ ആ ആക്രമണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട സവിശേഷകരമായ ഒരു കേസ് കൂടെയാണ്. ഇതിനോട് ചേർത്ത് നിർത്താനോ സമീകരിക്കാനോ കഴിയുന്ന ഒരു സൈബർ ആൾക്കൂട്ട ആക്രമണം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തൊട്ടുമുമ്പ് എവിടെയും ഉണ്ടായിട്ടില്ല. മുമ്പ് വടകരയിൽ ആദരണീയായ കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്ക് നേരെ സമാനമായ ഒന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് അതിനെയും കവച്ചു വെക്കുന്ന, അതിനെയും തോൽപ്പിക്കാൻ കരുത്തുള്ള എല്ലാവിധ ലക്ഷണമൊത്ത തോന്നിയാസങ്ങളുടെയും ആകത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ ടീച്ചർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അന്തസ്സുള്ള കോൺഗ്രസ്സായി കരുതാനേ കഴിയിട്ടില്ലാത്ത ആഗോള അലവലാദികളായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘം മാത്രമാണ് ഇത് നടത്തുന്നതെങ്കിൽ ഇതൊക്കെ അവനവന്റെ നിലവാരം, ഇതൊക്കെ അവരവരുടെ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾക്ക് തള്ളിക്കളഞ്ഞേനെ. ഈ പ്രചരണം നടത്തുന്നത് ആരാണ്? ഈ പ്രചരണം നടത്തിയവരിൽ ഏറ്റവും പ്രധാന പദവി അലങ്കരിക്കുന്നതായി ഇതിലെ സർവൈവർ ചൂണ്ടിക്കാട്ടിയ ഒരാൾ ഇന്ന് തുടച്ച് വെടിപ്പാക്കിയ മുഖവുമായിട്ട് ഈ ചർച്ചയിൽ മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മാതൃഭൂമിയുടെ പ്രേക്ഷകരോട് ക്ലാസ് എടുക്കുകയാണ്. എന്താണ് ബന്ധങ്ങളുടെ പുരോഗമനപരത, എന്താണ് സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളിൽ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട മാന്യത, മര്യാദ, ഇതിനെയൊക്കെ സംബന്ധിച്ച് സമീപകാല കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട, നട്ടാൽ കുരുക്കാത്ത അലവതാരത്തരം കാണിച്ചിട്ട് അതിന് നേതൃത്വം നൽകിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് സർവൈവർ തന്നെ സൂചിപ്പിച്ച പ്രതിപട്ടികയിലെ ഒരാൾ, പ്രതിയായി അവർ സൂചിപ്പിച്ച പേരുകാരിൽ ഒരാൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെ ഈ ചർച്ചയിൽ അന്തസ്സുള്ള മനുഷ്യന്മാർക്ക് തുടരാൻ വേണ്ടി കഴിയും? ഇത് ഇപ്പോഴത്തെ മാത്രം അനുഭവമാണോ? കോൺഗ്രസ് വക്താക്കളായി ഇതേപോലെ ചാനൽ ചർച്ചയിൽ വന്ന് മത്സരിച്ചിരിക്കുന്ന എത്ര ആളുകൾ ഇതിന് സമാനമായ പോസ്റ്റ് ഇട്ടു? നെടുമ്പങ്ങാട് നിന്നുള്ള അഭിഭാഷകനായ കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് ഇതേപോലെ പല മാധ്യമങ്ങളിലും ചർച്ചയ്ക്ക് വരാറുള്ളതാണ്. അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇവിടെ വായിക്കാൻ വേണ്ടി കഴിയുമോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇവിടെ വായിക്കാൻ വേണ്ടി കഴിയുമോ? വനിതയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അവരിട്ട പോസ്റ്റ് ഇവിടെ വായിക്കാൻ വേണ്ടി കഴിയുമോ? പ്രതിപക്ഷ നേതാവ് തൊട്ടു മുമ്പ് പറയേണ്ടി വരുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ള ആളല്ല ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങനെ പ്രതിപട്ടികയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി അതിന് അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തതാണ്. പ്രതിപട്ടികയിലുള്ള ഒരാളല്ല ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങ് എന്റെ വാചകം കേൾക്കുന്നതിൽ അങ്ങേക്കെന്തോ തകരാർ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് സംശയമുണ്ടെങ്കിൽ PCR-നോട് ചോദിക്കണം. പ്രതിപട്ടികയിൽ ഉണ്ടാകണമെന്ന നിലയിൽ ഏറ്റവും പ്രാഥമികമായി വിക്ടിമൈസ്ഡ് ആയ സർവൈവറായ ഷൈൻ ടീച്ചർ മൊഴി നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാൾ
പബ്ലിക് ഡൊമൈന് മുമ്പിൽ വാർത്താ സമ്മേളനം നടത്തവേ സൂചിപ്പിച്ച ഈ ആഗോള അധമന്മാരുടെ പട്ടികയിലെ പേരുകാരിൽ ഒരാൾ. എന്റെ മുമ്പിൽ പ്രതിപട്ടികയിൽ പോലീസ് അച്ചടിച്ചു തന്ന പേരുകളല്ല ഉള്ളത്. എന്റെ മുമ്പിൽ സർവൈവറായി ഈ ചർച്ചയിൽ പങ്കെടുത്ത, ഈ അസാധാരണമായ അതിക്രമം ഏറ്റുവാങ്ങേണ്ട വന്നിട്ടും കേരള രാഷ്ട്രീയത്തിന് മുമ്പിൽ നെഞ്ചൂക്കോടുകൂടെ നിലപാട് ഉയർത്തിപ്പിടിച്ച ഈ സകല ആഗോള അലവലാദികൾക്കെതിരെയും സംസാരിക്കാൻ ഇനിയും നട്ടല് ബാക്കിയുണ്ട്, ഇനിയും കരുത്തുണ്ട്. ഒരു ചുക്കും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന ആത്മധൈര്യത്തോടു കൂടെ സംസാരിച്ച ഈ സർവൈവർ ആയിട്ടുള്ള ഷൈൻ ടീച്ചറുടെ വാക്ക് മാത്രമാണ് ഞാൻ മുഖവിലക്കെടുത്തത്. അത് മാത്രമാണ് ഞാൻ കോട്ട് ചെയ്തത്. അവർ പ്രതിയായി ചൂണ്ടിക്കാണിച്ച ഒരധമനുമായും എനിക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുന്നു, ഈ ചർച്ചയിൽ നിന്ന് വിടവാങ്ങുന്നു. ഇതിനെ ന്യായീകരിക്കാൻ ഈ അധമ സംഘം ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഇടതുപക്ഷ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളിട്ട പോസ്റ്റ് അത് ഞങ്ങൾ പ്രചരിപ്പിച്ചു. അതാണോ കുറ്റം ചോദിക്കുകയാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാരനോടൊന്നും ചോദിക്കുന്നില്ല, ആങ്കറോടൊന്ന് ചോദിക്കട്ടെ. നമ്മുടെ MO മത്തായി ആരാണ്? പണ്ഡിറ്റ് നെഹ്റുവിന്റെ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഒന്നും അല്ല കേട്ടോ, പണ്ഡിറ്റ് നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ് MO മത്തായി. റിമനിസൻസ് ഓഫ് നെഹ്റു ഏജ് എന്ന പുസ്തകമുണ്ട്, ഷീ എന്ന പേരിലുള്ള ഒരു അധ്യായമുണ്ട്. എങ്ങനെയാ ആങ്കർ നമുക്കതൊന്ന് വായിച്ചാലോ? മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ച്, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കുറിച്ച്, കോൺഗ്രസ്സുകാരനായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അധികാരത്തോടെ കൈകാര്യം ചെയ്ത നേതാവ്, അയാളുടെ ഓർമ്മക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയാലോ? നമുക്കെല്ലാവർക്കും ആ വർണ്ണന പൊതുയോഗങ്ങളിലും ഇതേപോലെ വേദികളിലും വന്നൊന്ന് ആഘോഷിച്ചാലോ? ആഘോഷിച്ചിട്ട് ഇവരൊക്കെ രാഷ്ട്രീയം പഠിച്ച കോൺഗ്രസിന്റെ ആഫീസിലാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞേനെ, എന്ത് പറഞ്ഞേനെ? ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പരമവൃത്തികേട്, പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ച് പരമവൃത്തികേട് പറഞ്ഞിട്ട് അത് ഞങ്ങളുടേതല്ല, അത് നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടേതാണ്, അത് ഓർമ്മിച്ചെടുത്തതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാലോ? തലയിൽ ആൾതാമസം ഉണ്ടാകണം, അന്തസ്സും വിവേകവും നട്ടല്ലും ഒരാപ്പീസിലും ആരുടെയും ഞാൻ മനസ്സിലാക്കുന്നത് ഒരാൾക്കെതിരെയും ഒരു പാർട്ടിക്കെതിരെയും ആരോപണം ഉന്നയിച്ചാൽ അവർക്ക് എന്താണ് മറുപടി പറയാനുള്ളത് കേൾക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യ മര്യാദ. ഒരു ചർച്ചയുടെ ഇടയ്ക്കല്ല ഞാൻ ഈ ചർച്ചയിൽ അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പാർട്ടി ഉത്തരവാദിത്തപൂർവ്വം ഒരു മാധ്യമ സ്ഥാപനവുമായി ഉണ്ടാക്കിയ ധാരണയുടെ പേരിലാണ് അങ്ങ് ചർച്ചയിൽ വന്നത്. അങ്ങേക്ക് ഇറങ്ങിപ്പോകും എന്നങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കേൾക്കുക, അതിന് മറുപടി പറയുക എന്നുള്ളതാണ് ചർച്ചയുടെ സ്വഭാവം. ഡോക്ടർ പ്രേംകുമാർ, ഞാൻ അങ്ങിലേക്ക് വരാം. ഇടവേള, എന്നോട് ക്ഷമിക്കണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ സൈബർ അതിക്രമങ്ങൾ എന്ന് പറയുന്നതിനെ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയാതീതമായി നേരിടേണ്ട ഒന്നാണ്. ഒരു ഭാഗത്തുമില്ല പരിക്കേൽക്കാത്തവർ, ആരും തന്നെ ഇതിന്റെ മുറിവേറ്റു വാങ്ങാത്തവരില്ല. അത് ഏത് സമൂഹത്തിൽ നിൽക്കുന്നവരാണ് എങ്കിലുമില്ല. ഇതിനൊരു വേദന എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആയുധമാക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ത്രീക്ക് പൊതുപ്രവർത്തന രംഗത്ത് തുടരുക എന്ന് പറയുന്നത് വളരെ എളുപ്പമൊന്നുമല്ല. ആരും ചുവന്ന പരവതാനി വിരിച്ചൊന്നും ഒരു സ്ത്രീയെയും രാഷ്ട്രീയത്തിലേക്കോ പൊതുപ്രവർത്തനത്തിലേക്കോ ഒരു കരിയറിലേക്കോ ആനയിക്കുകയൊന്നുമില്ല. നിരന്തരം കേൾക്കേണ്ടി വരുന്ന അധിക്ഷേപങ്ങൾക്ക് മേൽ രാഷ്ട്രീയ ഉപകരണമാക്കപ്പെടുന്നതിന്റെ വേദന കൂടി അർഹിക്കുന്നുണ്ടോ കേരളത്തിലെ പൊതുജീവിതത്തിൽ ഇടപെടുന്ന സ്ത്രീകൾ? ഒരു സ്ത്രീക്കെതിരെ, മുത്തശ്ശിയായി കഴിഞ്ഞ ഒരു സ്ത്രീക്കെതിരെ ഒരടിസ്ഥാനവുമില്ലാത്ത അതിതോന്നിവാസപരമായ ഒരു പ്രചരണം കോൺഗ്രസിന്റെ ടെലിവിഷൻ ചർച്ചകളിൽ വരുന്ന KPCCയുടെ ഔദ്യോഗിക പാനലിലുള്ള ആളുകൾ, എന്റെയും നിങ്ങളുടെയും സുഹൃത്തുക്കളായ 3 പേരുടെ അടക്കം നേതൃത്വത്തിൽ നടന്നതിന് ശേഷം ആ സർവൈവർ കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് പറയട്ടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും സൈബർ അറ്റാക്കുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും, ഇനി ഈ ചർച്ചയെ പറ്റിയിട്ട് ഞാൻ ഭയങ്കരമായ ആവേശത്തിലോ ആരെങ്കിലും എക്സ്പോസ് ചെയ്ത് കളയുക എന്നുള്ള ആവേശത്തിലല്ല, വളരെ ദുഃഖത്തോടെയാണ് ഇരിക്കുന്നത്. ആ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതിന് ശേഷം കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് പലർക്കെതിരെയും വൃത്തികെട്ട പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് കുറെ. ആ കൂട്ടത്തിൽ പരാതി പറഞ്ഞ റിനി ഉണ്ട്, ഉമാ തോമസ് ഉണ്ട്, VD സതീശനുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, KC വേണുഗോപാലുണ്ട്, പലരും പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ, ആ സ്റ്റേജിൽ അതിൽ ഉൾപ്പെട്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ പരിപാടികൾ ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ കോൺഗ്രസ്സുകാരാണെന്നും അല്ലെന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 2ാം അധ്യായത്തിൽ ഷൈൻ ടീച്ചറെയും ഉണ്ണികൃഷ്ണൻ MLAയും കണക്ട് ചെയ്തുകൊണ്ട് ഒരടിസ്ഥാനവുമില്ലാതെ പറഞ്ഞു പ്രചരിപ്പിച്ച കഥ ഏറ്റെടുത്ത് നടത്തിയത് ഇതുപോലുള്ള ചർച്ചകളിൽ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ല, KPCC നിയോഗിച്ചയക്കുന്ന 3 പേരായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. അതിലൊന്ന് ഡോക്ടർ ജിൻഡോ ജോണാണ്, ഒന്ന് BRM ഷഫീറാണ്, ഒന്ന് റിജിൽ മാക്കുറ്റിയാണ്, മറ്റെല്ലാവരെയും ഞാൻ വിടുന്നു. എന്നിട്ട് അതേ ജിൻഡോ ജോൺ തന്നെ ഇതേ ചർച്ചയിൽ വന്നിരിക്കുന്നു.
അദ്ദേഹം പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഷൈൻ ടീച്ചറെയോ ഉണ്ണികൃഷ്ണൻ MLA അല്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതെങ്കിലും അദ്ദേഹത്തിന് പറയാൻ തോന്നുന്നില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം അദ്ദേഹം ഇട്ട പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ അറിഞ്ഞ കാര്യങ്ങളിൽ ചില വസ്തുതകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്നാണ്. ഇദ്ദേഹം അറിഞ്ഞിട്ടെന്തോ കാര്യം, അത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. പക്ഷേ കുറച്ചു മുമ്പ് ഇവിടുന്ന് പറയുന്നത് എന്താണ്? ഇത് ആ ഷൈൻ ടീച്ചർ അല്ല, ഇത് ഈ ഉണ്ണികൃഷ്ണൻ അല്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം ബോധ്യപ്പെട്ടതിന് ശേഷം പറയാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അടുത്ത് അതിന് കോൺട്രഡിക്ഷൻ ആയിട്ട് പറയുന്നു രണ്ടുപേരുടെ സ്വകാര്യത അവരുടെ മാത്രമാണ്. പിന്നെ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതിന്റെ കാര്യം പറയുന്നു. KM ഷാജഹാനാണ് ആദ്യം ഇത് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഷാജഹാൻ അല്ല, ഷാജഹാൻ പണ്ട് CPM കാരനായിരുന്നു. പണ്ട് CPM ആയിരുന്ന ഒരാൾ എന്ത് വൃത്തികേട് പറഞ്ഞാലും ജിൻഡോ ജോൺ വിശ്വസിക്കും. രണ്ടാമത്തത്, ഇവരുടെ പാർട്ടിക്ക് മുൻകാല ബന്ധമുണ്ടായിരുന്ന ഒരു പത്രത്തിലാണ് വന്നത്. ഇത്രയും കാര്യം കൊണ്ട് ജിൻഡോ ജോണിന് ബോധ്യമുണ്ടെന്നാണ് അദ്ദേഹം ഇന്ന് എഴുതുന്നത്. എന്നിട്ട് ചർച്ചയിൽ വന്ന് പറയുന്നത് എന്താണ്? ഉണ്ണികൃഷ്ണൻ ഏതോ ഉണ്ണികൃഷ്ണനാണ്, ഷൈൻ ഏതോ ഉണ്ണികൃഷ്ണനാണെന്ന്. BRM ഷഫീറും റിജിൽ മാക്കുറ്റിയും ഇനി വരുമെന്ന് എനിക്കറിയില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് CPM-കാർ കളിക്കേണ്ട, ഒരു ബോംബ് പൊട്ടാൻ പോകുന്നു. അതേ വാക്ക് തന്നെയാണ് ടീച്ചറുടെ വീട്ടിൽ വന്നിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞതും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ഈ വിഷയത്തിൽ അശ്ലീല പരാമർശങ്ങളിലൂടെ, തോന്നിവാസങ്ങളിലൂടെ, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളിലൂടെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്ന വിഷയത്തിൽ രണ്ട് കോൺഗ്രസ് ആണ്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ്, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ തൊട്ട കൂടെയുള്ളത് രാഹുൽ ഈശ്വറാണ്. അദ്ദേഹത്തിന് വേണ്ട സൈദ്ധാന്തിക സാഹിത്യ പിൻബലം നൽകുന്നത് MN കാരശ്ശേരിയെ പോലെയുള്ള ഒരു വഷളനാണ്. ഈ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് അല്ല, മറുപടി പറയാൻ ചർച്ചയിലില്ലാത്ത ആളുകളെ എന്നിട്ട് അവരെ പറയാം. അല്ല, അവർ ഈ ചർച്ചയിലില്ലെന്ന് ഞാൻ അങ്ങേ നേരത്തെ കുട്ടിയെ പറഞ്ഞിരുന്നല്ലോ. ഈ ചർച്ചയിലുള്ളവരാരും പറഞ്ഞിരുന്നല്ലോ. പറയൂ. കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന ആളുകൾ ഇടപെട്ട വിഷയങ്ങളെ പറ്റിയുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. ഞാൻ ഈ ചർച്ച നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോകാനുള്ള അവകാശത്തെ അങ്ങ് മാനിക്കുമല്ലോ. അങ്ങ് അത് പറയരുത് എന്ന് ഞാൻ പറയുന്നില്ല. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ അത് നിയന്ത്രിച്ചു പോകേണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അതായത് മാങ്കൂട്ടത്തിനെതിരെയുള്ള കോൺഗ്രസിലെ മുഴുവൻ ആളുകളെയും, മഹാഭൂരിപക്ഷം ആളുകളെയും പ്രതിരോധത്തിലാക്കിയ ഒരു വെളിപ്പെടുത്തൽ വന്നപ്പോ അത് റിനി എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരി എന്ന് തന്നെ പറയുന്ന കുട്ടിയാണ് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി പത്മ എന്നുള്ള നമ്മുടെ സീനിയർ ജേർണലിസ്റ്റ് ആണ് അത് എൻഡോസ് ചെയ്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസ് വന്നപ്പം ഇതിന്റെ അകത്ത് ഒരു ഗ്രൂപ്പ്, മാങ്കൂട്ട ഗ്രൂപ്പ്, ഇതിനോട് പ്രതികരിച്ച രീതി നോക്കൂ നിങ്ങൾ. ആദ്യം നമുക്കറിയാമായിരുന്നു ഫേക്ക് കംപ്ലൈന്റുകൾ വരുമെന്ന്. അത് നമ്മളായിട്ടാണ് ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുണ്ടായില്ല. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഒരു ട്രാൻസ് വുമൺ, രാഗരഞ്ജിനി എന്ന് പറഞ്ഞ ഒരു ട്രാൻസ് വുമൺ വന്നിട്ട് ഡോക്ടർ സരിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഡോക്ടർ സരിനും അദ്ദേഹത്തിന്റെ വൈഫും രാഗരഞ്ജിനിക്കെതിരെ കേസ് കൊടുക്കുന്നു. അവിടെ നിന്നു അടുത്ത റെസ്പോൺസ് ആണ് ഉമാ തോമസും VD സതീശനും അടക്കമുള്ള ആളുകൾക്കെതിരെ ഒരു ഗംഭീരമായ തെറി അഭിഷേകം നടത്തുന്നു. VD സതീശൻ പോലീസിൽ പരാതി കൊടുക്കുന്നില്ല. സോഷ്യൽ മീഡിയ ഡിവിഷന്റെ ചാർജുള്ള VT ബൽറാമിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. ആരാണോ തെറി വിളിച്ചത് അവരുടെ നേതാവിനെ കൊണ്ട് തന്നെ അതിനെപ്പറ്റി അന്വേഷിപ്പിക്കുന്നു. മൂന്നാമത്തെ ഘട്ടമാണ് ഒരു ബോംബ് വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഷൈൻ ടീച്ചറെ പോലെ കേരളം ആദരിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ഇങ്ങനെ ഒരു സാധനം വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. ഒരു കോൺഗ്രസ്സുകാരൻ പോസ്റ്റ് ഇടുന്നു, പറവൂരുകാരൻ മിനിറ്റുകൾക്കുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് KM ഷാജഹാൻ എന്ന് പറഞ്ഞ ഞരമ്പ് രോഗി വീഡിയോ ഇടുന്നു. അത് നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഷെയർ ചെയ്യുന്നു. ചാനൽ ചർച്ചകളിൽ KPCCയെ റെപ്രസെന്റ് ചെയ്യുന്ന 3 ഉത്തരവാദപ്പെട്ട പ്രവർത്തകർ കേസിൽ കുടുങ്ങില്ല എന്ന് ഉറപ്പുള്ള രീതിയിൽ, അതായത് KJ ഷൈൻ ടീച്ചർ എന്ന് പറയില്ല, ഷൈൻ ചെയ്യില്ല എന്ന് പറയും, ഉണ്ണികൃഷ്ണന്മാരെന്ന് പറയും, എന്നിട്ട് എക്സ്പോസ് ചെയ്യുന്നു. ആ സ്ത്രീ ഷൈൻ ടീച്ചർ നട്ടലുറപ്പോടെ ചിരിച്ചുകൊണ്ട് പൊളിറ്റിക്സ് പറഞ്ഞ് നിയമത്തിന്റെ വഴിയിലേക്കും രാഷ്ട്രീയത്തിന്റെ വഴിയിലേക്കും പോയത് കൊണ്ട് അവർക്ക് മാനഹാനി ഉണ്ടായില്ല. പക്ഷെ ഇവർക്ക് ഇപ്പോഴും മാനഹാനിയില്ല. ഇവര് നിന്ന് പറയുക തന്നെയാണ്. ഇന്ന് വൈകുന്നേരം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്ത പെരിങ്ങത്തൂരിലുള്ള ആളുകളുടെ വീടുകളിലേക്ക് CPIM-ന്റെ പ്രവർത്തകർ പോയിട്ട് മര്യാദയ്ക്ക് കാര്യം പറയുന്നു. അതിലൂടെയാണ് ഇനി ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഫേസ്ബുക്കിൽ തോന്നിവാസം എഴുതുന്ന ആളുകൾ നാട്ടിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് അവരോട് മര്യാദയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ
അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ജിൻഡോ പറഞ്ഞത് ശരിയാണ്, പോലീസിന്റെ ഫെയിലിയർ ഇതിനകത്തുണ്ട്. നിയമത്തിന്റെ പ്രോസസ്സിന് അതിൻ്റെതായ താമസമുണ്ടാവും. അതിനു മുന്നേ നാട്ടുകാർ പരിഹരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കേരള പൊളിറ്റിക്സിനും കോൺഗ്രസിന്റെ പൊളിറ്റിക്സിനും ആത്മഹത്യാപരമാണ്. കേരളത്തിലെ കോൺഗ്രസ് അതിന്റെ ഇമേജിന്റെയും പബ്ലിക് സപ്പോർട്ടിന്റെയും ലോവസ്റ്റ് ലെവലിൽ വന്ന് നിൽക്കുകയാണ്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ജിൻഡോ ജോണിനെ പോലെയുള്ള ആളുകളെ ആലോചിച്ച് സങ്കടപ്പെടാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനോട് ഇഷ്ടമുള്ള എനിക്കൊക്കെ ചെയ്യാൻ പറ്റും. ശരി, ഡോക്ടർ പ്രേംകുമാർ നോക്കൂ, ഇപ്പോ ശ്രീമതി KJ ഷൈൻ CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകയായ KJ ഷൈനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ കേരളത്തിന്റെ സമൂഹത്തിന്റെ മുന്നിൽ വന്നു നിന്ന് പറയുകയാണ്, എനിക്കെതിരെ സൈബർ അതിക്രമം ഉണ്ടാകുന്നു, എൻ്റെ കുടുംബത്തിനെതിരെ, എനിക്കെതിരെ, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെതിരെ, രാഷ്ട്രീയ ജീവിതത്തിനെതിരെ, സാമൂഹ്യ ജീവിതത്തിനെതിരെ, എല്ലാത്തിനെതിരെയും സംഘടിതമായ ആക്രമണം ഉണ്ടാകുന്നു. വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിന് നേരെയാണ്. ഇപ്പോൾ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ ആരോപണങ്ങളടക്കം കോൺഗ്രസിന് ഇതിന്റെ ആവശ്യമുണ്ടോ? അത് കേൾക്കേണ്ടി വരുന്ന ആ വിമർശനങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യകത കോൺഗ്രസിനുണ്ടോ? ഡോക്ടർ ജിൻഡോ ജോൺ കേൾക്കാമോ? എന്നോടാണോ ചോദിച്ചത്? പ്രേംകുമാർ എന്നാണ് കേട്ടത്, അതുകൊണ്ടാണ്. സോറി. ഇതിലെന്താ ഇവർ രണ്ടുപേരും കുറെ കാര്യങ്ങൾ പറഞ്ഞു. മാധു എന്നോട് കുറെ കാര്യം പറഞ്ഞു. ഇത് പ്രചരിപ്പിച്ചു എന്നാ പറയാ. ഞാൻ ഒരു പ്രചരണവും നടത്തിയില്ല. വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണൻ ഇന്ന് അദ്ദേഹം മാതൃഭൂമി ചാനലിലൂടെ വന്ന ബൈറ്റ് പ്രകാരമാണെങ്കിൽ 5-ാം തീയതി ഓണത്തിന്റെ അന്ന് അദ്ദേഹം പോലും പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ല. അതിനുശേഷം നിരവധി ദിവസങ്ങളായി പ്രചരണങ്ങൾ നടക്കുന്നു. അപ്പോഴൊന്നും ഒരു പരാതിയും ഒരു ഹാൻഡിലുകളിൽ നിന്നും വരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇത് വാർത്തയാകുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഇതിൽ അവരുടെ സ്വതന്ത്രമായിട്ടുള്ള സ്വകാര്യതയിലല്ല അഭിപ്രായം പറഞ്ഞത്. പകരം മറ്റാളുകളുടെ സ്വകാര്യതയിൽ ബൈനോക്കുലർ വെച്ച് സദാചാരം പറയാൻ പോകുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ MM മത്തായുടെ ആത്മകഥയെ കുറിച്ചിട്ടൊക്കെ വലിയ പ്രഭാഷണം പറഞ്ഞല്ലോ. കരുണാകരന്റെ കോൺഗ്രസ്സുകാർ വേഗത്തിൽ പോയി അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് ആക്ഷേപം ചൊരിഞ്ഞ, വയലാർ രവിയുടെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിയോടൊപ്പം ട്രെയിനിൽ സഞ്ചരിച്ചത് ഏത് സ്ത്രീയായിരുന്നു എന്ന് ചോദിച്ച് ആക്ഷേപം ചൊരിഞ്ഞ് അവസാനം ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ഭാര്യയ്ക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത് ഞാനായിരുന്നു എന്ന് പറയേണ്ട ഗതികേടുണ്ടാക്കിയ ആളുകൾ, രാജ്മോഹൻ ഉണ്ണിത്താന്റെ പുറകെ കൈരളി ചാനലിന്റെ ക്യാമറയുമായി പോയ DYFI-കാരുടെ ചരിത്രം, ഇങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇത്തരത്തിലുള്ള ബൈനോക്കുലർ രാഷ്ട്രീയം, ഒളിക്യാമറ രാഷ്ട്രീയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പണ്ട് തുടങ്ങിയേ കൊണ്ടുവന്ന ആളുകൾ CPM ആണ്. അതിന്റെ ദുര്യോഗമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയല്ലേ, ഷൈൻ ടീച്ചർക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ആക്ഷേപം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കണം. ഇവിടെ മാധു പറഞ്ഞു, ജയ്ക്ക് എന്നെ പ്രതി എന്ന് വിളിച്ചിട്ടില്ലെന്നാ. ജയ്ക്ക് പറഞ്ഞത് ഞാൻ പ്രതിയാണെന്ന് തന്നെയാണ്. ജയ്ക്കിന് അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് എന്നെ പ്രതിയായിട്ട് ചേർത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി അങ്ങനെയാണെങ്കിൽ പ്രതിയാക്കപ്പെട്ടാലും എനിക്ക് അക്കാര്യത്തിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള ധൈര്യമുണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തത്, ഇവിടെ കോഴിയെ കട്ടവന്റെ തലയിൽ പൂട എന്ന് നാട്ടിലെ ആളുകളൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് എൻ്റെ തലയിലാണെന്ന് പറയുന്നത് പണ്ട് CID മൂസ സിനിമയിൽ ജഗതി പറയുന്ന പോലെയാണ്. ഇത് എന്നെ കുറിച്ചാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്ന പോലെയാണ്. അതിന് പകരം ഇതിനെ കുറെ കൂടി ലീഗലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി സ്റ്റാൻഡ് ചെയ്യുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലേ നല്ലത്. ഞാൻ എത്തരത്തിലുള്ള ദുരാരോപണമാണ് ഉന്നയിച്ചത്? ഞാൻ എന്താണ് പ്രചരിപ്പിച്ചത്? എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവാസ്തവമായിട്ട് മോശപ്പെട്ടൊരു കാര്യമുള്ളത്? തന്നെയാണ് എന്ന് പറഞ്ഞത് അല്ല, അത് ജയിക്കും CPM-കാരും. കേരളത്തിൽ ഈ മാധു നിങ്ങൾ ഞാനിട്ട ഒരു പോസ്റ്റ് മാത്രമല്ലേ കണ്ടോളൂ, അതിന്റെ താഴെ വന്ന കമന്റുകൾ കണ്ടോ? ഇപ്പൊ ജയ്ക്ക് ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രേംകുമാർ ഉൾപ്പെടെ പറയുന്നത് ഞാൻ ഇന്ന ആളുകളെയാണ് ഉദ്ദേശിച്ചതെന്ന് അവർ പറയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അവരെയാണെന്ന് അങ്ങ് പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ ആവശ്യം എന്താണ്? ഞാൻ എഴുതിയിരിക്കുന്ന പോസ്റ്റിലെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ മാധു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ വന്നിരിക്കുന്ന ഈ 2 ആഴ്ച കാലമായിട്ട് ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അതിന് തെളിവുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. തെളിവുകൾ ഉണ്ടായിട്ടും ഇല്ല ഒന്നും അല്ലല്ലോ നമ്മൾ മുൻപും പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വരുന്ന പൊതുപ്രവർത്തകരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ മോറൽ പോലീസിംഗിന്റെ ആ സ്കെയിൽ സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത് CPM ആണ്. അതുകൊണ്ട് നാളെ മുതൽ ആ പണി നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്.
അതെനിക്ക് പറയാൻ പാടില്ലേ? അല്ല, ഡോക്ടർ ജിൻഡോ ജോൺ ഈ ഇതൊന്ന് CPM-കാർക്ക് ആലോചിച്ച് കൂടി നോക്കൂ. ഈ താല്പര്യമുള്ള ഉന്നയിക്കപ്പെടുന്ന ചില ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മഞ്ഞപ്പത്രത്തിൽ നമ്മൾ എഴുതി പുരോഗമനവാദികളും വെക്കുന്നതും, മറ്റ് ഏതൊക്കെയോ ചില നാവിന്റെ എല്ലും പല്ലും പോയ മനുഷ്യർ വിളിച്ചു പറയുന്നതുമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിനൊരു ആരോപണത്തിന് സ്വഭാവമുണ്ടോ എന്നത് പോലും പുരോഗമന സമൂഹം ചിന്തിക്കേണ്ടതാണ്. ഇതിപ്പോ ശ്രീമതി KJ ഷൈൻ അവർക്കെതിരായ ആണ് എന്നുള്ളത് കൊണ്ടും അവർക്ക് നേരെ വലിയ തോതിൽ ഈ ആരോപണങ്ങളുടെ മുന്നിൽ ചെന്നെത്തത് കൊണ്ടും അവർ പ്രതിരോധിക്കുന്നു, പ്രതിഷേധിക്കുന്നു, അവർ നിയമത്തിന്റെ വഴി നോക്കുന്നു. ഇത് ആർക്കെതിരെയാണ് ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതെങ്കിലും, എനിക്കെതിരെയാണെങ്കിലും ഡോക്ടർ ജിൻഡോ ജോണിനെതിരെയാണെങ്കിലും ഡോക്ടർ പ്രേംകുമാറിനെതിരെയാണ് എങ്കിൽ പോലും ഇതിന്റെ ഈ ആരോപണത്തിന്റെ സ്വഭാവം എന്താണ്? ആർക്കാണ് ഇതിൽ വേദന? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഞാൻ മാധുവിനോട് കാര്യം ചോദിക്കട്ടെ, ഈ മഞ്ഞ പത്രത്തിന് സമാനമായ പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ട് ഒരു പ്രതിഷേധം, ഒരു ആരോപണം, ഒരു പരാതിയും ഉണ്ടായില്ലല്ലോ. മുൻ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട അയാളുടെ യൂട്യൂബറുടെ വീഡിയോയിൽ വന്നിരുന്ന അത്രയും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആക്ഷേപവും പരാതിയും ഉണ്ടായോ? വായിച്ചതാണ് പത്രത്തിൽ വന്ന വരികളിൽ എവിടെയും ആരുടെയും പേരോ ഇപ്പോൾ ആർക്കാണ് പരാതിയുള്ളത്? ആ പത്രത്തിൽ വന്ന വരികളിൽ ഒരു MLA, യുവ MLA എന്ന് മറ്റോ ഉണ്ട് എന്ന് തോന്നുന്നു, ഒരു ഇടതുപക്ഷ പ്രവർത്തക എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആര് കൊടുക്കും? കേരളത്തിലുള്ള മുഴുവൻ ഇടതുപക്ഷ പ്രവർത്തകർ കൊടുക്കുമോ? 140 MLA-മാരും കൊണ്ടുപോയി കൊടുക്കുമോ? ഇല്ല. പിന്നീട് വന്ന ഇടങ്ങളിലാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നത് പോലെ തലയ്ക്കകത്ത് ആൾതാമസമുള്ള മുഴുവൻ മനുഷ്യർക്കും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ദാ ഇന്ന ആളുകളാണ് എന്ന്. അല്ല മാധു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആർക്കെതിരെ പരാതി കൊടുത്തത്? ഇപ്പൊ ആർക്കാ പരാതി ഉള്ളത്? ഇപ്പോഴുള്ള പരാതിക്ക് കാരണമായിട്ടുള്ള രീതിയിൽ തന്നെയല്ലേ ആ യൂട്യൂബർ ഷാജഹാന്റെ വീഡിയോ വന്നത്? അന്നേരം ആരും ഒരു പ്രതിരോധിക്കുന്ന കണ്ടില്ലല്ലോ. ഇത് ഈ കോൺഗ്രസ് ആണ് ഇതിന്റെ പുറകിലാണ് ആക്ഷേപം. അല്ല ഞാൻ പറയുന്നത് പ്രതിയേർക്കപ്പെടേണ്ടവരാണ് ഈ പ്രതിയേർക്കപ്പെടണം, അവർ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ് ഈ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. മനസ്സിലായില്ലേ? ഇതിൽ പ്രതിപക്ഷ നേതാവിന്റെ ആസൂത്രണമാണെന്ന് പറയുന്നു. വേറെ കുറെ ആളുകൾ ഇന്നലെ പറഞ്ഞു പ്രതിപക്ഷ നേതാവാണ് ഈ വാർത്ത ഒതുക്കിയതെന്ന് പറഞ്ഞ് ആക്ഷേപമുണ്ടായി. ഇന്ന് കുറെ പേര് പറയുന്നു പ്രതിപക്ഷ നേതാവാണ് ഇതിന്റെയൊക്കെ പുറകിലെന്ന് പറയുന്നു. 2 ആഴ്ച മുമ്പ് സമാനമായ സാഹചര്യമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വളമിട്ട് വളർത്തിയത് പ്രതിപക്ഷ നേതാവാണ്. പിന്നെ പറയുന്നു പ്രതിപക്ഷ നേതാവാണ് അയാളെ തകർത്തതെന്ന്. എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ പൊതുസമൂഹത്തിൽ വരുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ മോശക്കാരാകും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ആക്ഷേപത്തിന്റെ അകത്ത് ഇത്തരത്തിൽ ആളുകളൊക്കെ പെടുമ്പോൾ നമ്മൾ അഭിപ്രായം പറയാതെ മാറി നിൽക്കണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആക്ഷേപം പ്രേംകുമാർ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്നെ സുഹൃത്തെന്നൊക്കെ അഡ്രസ് ചെയ്ത്. ഞാനൊരു സുഹൃത്തുമല്ല. എനിക്ക് താങ്കളെ ചാനലിൽ കണ്ട പരിചയങ്ങൾ അത്രയൊക്കെ ഉള്ളൂല്ലോ. ഒരിക്കൽ താങ്കൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, താങ്കൾ എന്നെ വിളിച്ചു. അതിനപ്പുറത്ത് ഞാനും താങ്കൾ തമ്മിൽ ഒരു സൗഹൃദവുമില്ല. സൗഹൃദത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നെ സുഹൃത്തെന്ന് വിളിച്ച് താങ്കൾ അഡ്രസ് ചെയ്തുകൊണ്ട് താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് അടിസ്ഥാന വിവരങ്ങൾ താങ്കളുടെ കയ്യിലുണ്ടായിട്ട് താങ്കൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ കുറെ ക്ലാസ്സുകൾ എടുത്തല്ലോ, കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ അടിസ്ഥാന വിവരങ്ങൾ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പോലീസിന് കൈമാറിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ വരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടായിരുന്നോ? അപ്പൊ അതിനൊക്കെ മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടിതമായിട്ട് ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിന് മുമ്പ് CPM-ന്റെ സൈബർ ഹാൻഡിലുകളിൽ മാങ്ങയുടെയും മാങ്ങാണ്ടിയുടെയും മാവും തൈരും ഒക്കെ പടമിട്ട് പ്രചരിപ്പിച്ചല്ലോ. കെട്ടിവെച്ച് തൂവലായി വെക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൊള്ളുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി അങ്ങ് തന്നെ പറഞ്ഞു വെക്കുകയാണ്. അവിടേക്ക് തന്നെ നിങ്ങൾ എത്തിപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് പറയുന്നത്? ഇത് നോക്കൂ. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ സന്ദേശങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു. ഷൈൻ ടീച്ചർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഈ പറയുന്ന ഈ തലയും വാലുമില്ലാതെ പറയപ്പെടുന്ന അതിക്രമത്തിന് കാരണമായി ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ആർക്കാണ് പരാതി? ആരുടെ പേരിലാണ് സമ്മർദ്ദമുണ്ടായത്? ആരുടെ ഇടത്തേക്കാണ് അതിക്രമിച്ചു കയറിയത്? ആർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നത്? ആരുടെ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്? നിങ്ങൾ ഏണി വെച്ച് കയറിയാലും താരതമ്യമില്ല. അല്ല മാധു, ഞാൻ ഇത് താരതമ്യം ചെയ്യുന്നത് അല്ലല്ലോ. ഇത്തരം വിഷയങ്ങൾ താരതമ്യം ചെയ്യുന്നത് പോലും മര്യാദകേടാണെന്നാണ് എന്റെ ബാധ്യം. അല്ലല്ല മാധു, ഞാൻ താരതമ്യം ചെയ്തു. താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞ പ്രേംകുമാറിനെയും ജയിക്കിനെ ഞാൻ തുറന്നു കാണിക്കുക ചെയ്തല്ല. ഞാൻ താരതമ്യം ചെയ്തില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ വന്നു എന്ന് താങ്കൾ പറയുന്നു. താങ്കൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ ആ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണെന്ന്? എന്ത് പരിശോധനയാണ് കേരളത്തിലെ പോലീസ് നടത്തിയിട്ടുള്ളത്? ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് പറയാനാണ് ആവശ്യപ്പെട്ടത്. CPM രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യപ്പെട്ട് കാണില്ല. കോൺഗ്രസിന് പറയേണ്ട താല്പര്യമോ അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യമോ ഉണ്ടാവില്ല. ബാക്കി എല്ലാവരും ചോദിച്ചു രാഹുൽ എന്താ പറയാത്തത്? ഓഡിയോ ആണോ, നിങ്ങളുടെ ഓഡിയോ ആണോ എന്ന് മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചു. അദ്ദേഹം മിണ്ടിയില്ല ആ കാര്യത്തിൽ മാത്രം. ആദ്യമല്ല, ഈ അവസാന മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളുടെ ഓഡിയോ ആണോ, ഒറ്റ കാര്യം പറയൂ, സ്ട്രൈറ്റ് ആണ്, നിങ്ങളുടെ ഓഡിയോ ആണോ ചോദിച്ചു. മിണ്ടിയില്ല. മാധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടിയില്ലെങ്കിൽ അത് രാഹുലിന്റെ എന്താണെന്ന് നിങ്ങൾ അങ്ങനെ ഉറപ്പിക്കുവോ? അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഓഡിയോ അദ്ദേഹത്തിന്റെ ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കുവോ?
അതുപോലെ AK ശശീന്ദ്രന്റെ ഓഡിയോ ഇദ്ദേഹത്തിനാണ് നിങ്ങൾ ഉറപ്പിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ തോമസ് ഐസക്കിനെ കുറിച്ചിട്ടും മറ്റേ ശ്രീരാമകൃഷ്ണനെ കുറിച്ചിട്ടും ഒക്കെ നിരന്തരം കടകംപള്ളിയെ കുറിച്ചിട്ടൊക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുമോ? അവർ പരാതി കൊടുത്തില്ലല്ലോ. പരാതി കൊടുക്കാത്തതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ചോദിക്കുന്നത് നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രനോടും ശ്രീരാമകൃഷ്ണനോടും ചോദിച്ച അതേ ചോദ്യമാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്നുള്ള ദുശാഠ്യമല്ലേ ഡോക്ടർ ഡോക്ടർ പ്രേംകുമാറിലേക്ക് ഞാൻ പോയില്ല, ഞാൻ വരാം. മാധു എന്നോട് ചോദിച്ച ചോദ്യം മാധു ചോദിച്ചതല്ലേ, തിരിച്ച് മാധുവിനോട് ഞാൻ ചോദിക്കുകയാണ്. മാധുവിന് എന്ത് ബോധ്യമുണ്ട് ഈ പറഞ്ഞ രേഖകളൊക്കെ സത്യമാണെന്ന്? അതാണ് എന്റെ ചോദ്യം. അല്ല, എനിക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ അടക്കം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് വളരെ സ്ട്രൈറ്റ് ആയി ചോദിച്ചു അങ്ങയുടെ ഓഡിയോ ആണോ എന്ന്. അതുവരെ പ്രതികരിക്കാൻ നിന്ന് അത് പ്രേംകുമാറിന്റെ ബോധ്യത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു ബോധ്യം പ്രേംകുമാറിന് എന്ത് തെളിവാണുള്ളത്? വഷളനാണെന്ന് പറയാൻ പറ്റില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ താങ്കൾ മറുപടി പറഞ്ഞല്ലോ. കാരശ്ശേരി വഷളനാണെന്ന് പ്രേംകുമാർ പറയുമ്പോൾ പ്രേംകുമാറിന് അതിനുള്ള എന്ത് പറഞ്ഞിട്ടില്ല എന്നിടത്താണ് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾക്കടക്കം ആ പരാമർശങ്ങൾ നടത്തേണ്ടി വരുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഡോക്ടർ പ്രേംകുമാറിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് നാട്ടിൽ എവിടെ എന്ത് സംഭവം നടന്നിട്ടുണ്ടെങ്കിലും ഡോക്ടർ ജിൻഡോ ജോൺ ഇപ്പോൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെതിരെ ലക്ഷ്യമിടുന്ന തരത്തിൽ എന്തിനാണ് അദ്ദേഹത്തെ സംഘടിതമായി ആക്രമിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് അറിഞ്ഞുകൊണ്ട് ഈ തരത്തിൽ ചെയ്തിപ്പം KJ ഷൈൻ പറയുമ്പോഴും പറയുന്നുണ്ട് ഒരു നേതാവ് ഒരു ബോംബ് പൊട്ടും എന്ന് പറഞ്ഞു. അങ്ങ് നേരത്തെ പറഞ്ഞു പിന്നീട് ഈ പ്രാദേശിക നേതാവ് പോയി പറയുന്നത് ബോംബ് പൊട്ടും എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പരാമർശം നടത്തി എന്നതിന്റെ പേരിൽ കേരളത്തിൽ എവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവിന് നേരെ ആ ആയുധം തിരിച്ചു വിടുക എന്ന് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ലേ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അല്ല, പ്രതിപക്ഷ നേതാവിനെ ആരും അങ്ങനെ തിരിച്ചു വിട്ടിട്ടൊന്നുമില്ലല്ലോ. പ്രതിപക്ഷ നേതാവിനെതിരെ VD സതീശനെതിരെ വ്യക്തിപരമായിട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാരാണ്. അത് ആരൊക്കെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി KPCC കമ്മിറ്റീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആകസ്മികതയായിരിക്കാം ഒരു ബോംബ് പൊട്ടും എന്ന് VD സതീശൻ പറയുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു കോൺഗ്രസ്സുകാരിൽ തുടങ്ങുന്ന ഒരു വൃത്തികെട്ട ബോംബ് പൊട്ടുന്നു. സ്വാഭാവികമായിട്ട് ആളുകൾ ഇത് തന്നെയാണോ ആദ്യം പോസ്റ്റ് ഇട്ട ആള് തന്നെയാണ് അത് പറയുന്നത്. VD സതീശൻ മുന്നേ ഇങ്ങനെ ബോംബിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഇതാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നു, അത് ആളുകൾ പറയുന്നതാണ്. CPM-ന്റെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകൾ VD സതീശൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലെന്നേ. ഇനി ഇവിടെ ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാല് KM ഷാജഹാൻ എന്നുള്ള യൂട്യൂബർ ഈ സാധനം പറയുന്നു, അപ്പ കേസ് കൊടുത്തില്ലല്ലോ, അപ്പ ആരും പ്രതിഷേധിച്ചില്ലല്ലോ, പിന്നെ ഞങ്ങൾ പറയുമ്പോൾ എന്താണെന്നാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങളെ സുഹൃത്താണെന്നുള്ളത് അല്ലെ നമ്മൾ സുഹൃത്തുക്കളാണെന്നുള്ളത് വിട്ടേക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും വലിയൊരു പ്രതീക്ഷയായി കാണുന്ന മഹാത്മാഗാന്ധിയുടെ നെഹ്റുവിന്റെ ഒക്കെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധികളായ നിങ്ങൾ ഇതേ കാര്യം പറയുമ്പോൾ ഷാജഹാനും മറുനാടനും പറയുന്ന കാര്യം നിങ്ങൾ പറയുമ്പോൾ ആളുകൾ അതിനെ ഗൗരവത്തിലെടുക്കുന്നത് നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് ആണെന്നും ചില ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണെന്നുള്ള വിശ്വാസത്തിലാണ്. ഔദ്യോഗികമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴുമുള്ള ഒരു വിശ്വാസമുണ്ട്. അത് ഈവൻ ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളോട് പോലുമുണ്ട്. അത്തരത്തിൽ വിശ്വാസവും ബഹുമാനവും കേരള സമൂഹം നൽകുന്നുണ്ട്. ജിൻഡോ ജോണിനും BRM ഷഫീറിനും റിജിൽ മാക്കുറ്റിക്കും എല്ലാം, വിഷ്ണുനാഥിനും ബൽറാമിനും രാഹുൽ മാങ്കൂട്ടത്തിനും എല്ലാം കൊടുക്കുന്നുണ്ട്. ആ ബഹുമാനത്തിന് നേരെ വിരുദ്ധമായി നിങ്ങൾ ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് അത് വിഷയമാവുന്നത്. എന്നിട്ട് ചുരുങ്ങിയ വട്ടം ഇങ്ങനെയെങ്കിലുമല്ല, കോടതിയിൽ ക്രോസിനിടയ്ക്ക് പറയുന്നത് പോലെയല്ല, ഉണ്ണികൃഷ്ണൻ എന്നും ഷൈൻ എന്നും പേരെടുത്ത് പോസ്റ്റ് എഴുതിയതിനു ശേഷം രണ്ടാമത്തെ ദിവസം എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എഴുതിയതിനു ശേഷം നമ്മൾ പോലീസ് സ്വമേധയാ കേസെടുക്കുന്നതിനും ഒക്കെ മുൻപല്ലേ ഇപ്പോ അങ്ങടക്കമുള്ളവരൊക്കെ ഈ കാര്യങ്ങളിൽ ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്ന് കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. അന്ന് കേസ് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. അപ്പോ ആ ബാധ്യത, ആ ധാർമ്മികത തീർച്ചയായിട്ടും ഞാൻ പറയാം. അതായത് എനിക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങളാണ് മുഴുവൻ വെളിവാക്കാതെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാൻ എഴുതിയ കാര്യങ്ങൾ എല്ലാം എനിക്ക് നേരിട്ട് അറിവുള്ളതാണെന്ന് പലവട്ടം കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് സതീശനാണ് കേരളത്തിന്റെ പ്രതിപക്ഷ എന്നുള്ളത്. മറ്റൊരാൾ അതിക്രമത്തിനിരയായി എന്നൊരു പരാതി ആരോപണത്തിന്റെ ഭാഗമായിട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് താരതമ്യത്തിന് ഞാൻ തയ്യാറല്ല. പക്ഷേ ഉത്തമ ബോധ്യം എന്ന് തന്നെയാണ് ഡോക്ടർ ജിൻഡോ ജോൺ പറയുന്നത്. അതൊരു
മാധു, അതൊരു നിയമപ്രശ്നമാണ്. നമ്മൾ കോടതിയിലെത്തുമെന്നുള്ള കാര്യം മാത്രം കണ്ടല്ലോ ഇത്തരത്തിലുള്ള പബ്ലിക് ട്രസ്റ്റ് ഉള്ള ആളുകൾ, അത് മാധു ആയാലും ഞാനായാലും VD സതീശനായിരുന്നാലും ഒക്കെ സംസാരിക്കുന്നത്. അല്ലാത്തൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമുക്ക്. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, പൂർണ്ണ ബോധ്യമുള്ളതാണ് പറയുന്നത്. അതിലൊരു വാക്കെങ്കിലും പിഴച്ചു പോയാൽ ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ്. ഞാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഒരു മടിയുമില്ലാതെ ശിരസ് നമിച്ച് ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പറഞ്ഞു, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാളെ, അതായത് സ്വന്തം കാമുകിയും ഗർഭിണിയായപ്പം അവളെ 4-ാം മാസം ചവിട്ടിക്കൊല്ലും, മിനിറ്റുകൾ മതി കൊല്ലാൻ എന്നുള്ള ശബ്ദം നമ്മൾ കേട്ടതിന് ശേഷം അങ്ങനെയുള്ള ഒരാളെ കുറ്റപ്പെടുത്തരുത്, അയാളെ ഭാവി നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരാൾ, അത് ഏത് കാരശ്ശേരി ആയാലും വഷളൻ തന്നെയാണ്. ഞാൻ ഇനിയും ആവർത്തിച്ചു പറയുന്നു, MN കാരശ്ശേരി ഈ കാര്യത്തിൽ എടുത്ത നിലപാട് മഹാവഷള നിലപാടാണ്. അയാൾ വഷളനാണ്, നമ്പർ 1 വഷളനാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരാളെ കുറിച്ച് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട് എന്നുള്ളതാണ് MN കാരശ്ശേരിയെ കുറിച്ച് ഈ ചർച്ചയിൽ, അദ്ദേഹം ഇല്ലാത്തൊരു ചർച്ചയിൽ അങ്ങ് ഉന്നയിക്കുമ്പോൾ അങ്ങ് അവകാശപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാനത് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷെ അങ്ങ് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞതിനെ ഞാൻ മാനിക്കുന്നു. കാരശ്ശേരി മാഷ്ക്ക് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ഈ സമൂഹത്തിന് മുന്നിൽ തന്നെ നടത്തും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. തൽക്കാലം നമ്മൾ ആ വിഷയത്തിലുള്ള ചർച്ച തുടങ്ങിയത്. KJ ഷൈനെതിരെ നടക്കുന്ന സംഘടിതമായ ആക്രമണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, KJ ഷൈൻ എന്നുള്ളത് അവിടെ മാറി നിൽക്കട്ടെ, വൈപ്പിൻ MLA എന്നുള്ളത് അവിടെ മാറി നിൽക്കട്ടെ, മറ്റാരായിരുന്നാലും വളരെ വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ സംഘടിതമായ ഒരാക്രമണവും, നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട്, നിയമത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് നിയമത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. സംഘടിതമായ അതിക്രമം ഇപ്പൊ നോക്കൂ, നേരിട്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് തങ്ങൾ അതിക്രമത്തിനോ അന്യായത്തിനോ ഇരയായിട്ടുണ്ടെങ്കിൽ അവർ പ്രതികരിക്കാറുണ്ട്, പ്രതിഷേധിക്കാറുണ്ട്. ഒരു സമൂഹം എന്ന നിലയ്ക്ക് അന്യായത്തിനിരയായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും പ്രതികരിക്കാം. രാഷ്ട്രീയ പാർട്ടികളടക്കം പ്രതികരിക്കാറുണ്ട്. മുഖവും പേരും മേൽവിലാസവും ഇല്ലാത്ത ആളുകൾ സംഘടിത അതിക്രമത്തിന് ഗൂഢാലോചനയ്ക്ക് ഇറങ്ങിപ്പെടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കെതിരെയാണെങ്കിൽ അത് അനീതിയാണ് എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.